പിന്നെ അവിടെ ഇവൻ ദുൽഖർ സൽമാനൊക്കെ പറയുമ്പോൾ യുദ്ധം അങ്ങ് നിർത്തി. നെതന്യാഹു പേടിച്ച് അല്ല നാണം വന്നതാണ്. ഈ കേരളം എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടെന്ന് അവരറിയുന്നത് അവിടുത്തെ അവിടെ ഈ കിടക്കുന്ന നായകളുണ്ടല്ല, തെരുവ് നായ എന്ന് പറയാം, അതിന് പോലും പിറക്കാൻ അർഹതയില്ലാത്ത കുറേ എണ്ണം ഉണ്ടാവും നമുക്ക്. അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട് ഈ സമൂഹത്തിൽ, ഇല്ലേ? അതായത് അതിന് ഒന്നുകൂടി ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സാധനം നമ്മളിപ്പോൾ മൂത്രം ഒഴിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമ്മളത് പിടിച്ചു വയ്ക്കും. ചില തുള്ളി ചിലപ്പോൾ നമുക്ക് പിടിച്ചാൽ കിട്ടൂല, വിട്ടുപോകും നമ്മുടെ കയ്യിൽ നിന്ന്, ഇല്ലേ? അതേപോലെ ഏതൊരു സന്ദർഭത്തിൽ അങ്ങനെയൊക്കെ പിടിച്ച് കിട്ടാനായിട്ട് വിട്ടുപോയ മുതലുകളൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. അതൊക്കെ തന്നെ, അത്രയൊക്കെ ഉള്ളൂ ഉദാഹരണമായിട്ട് പറയാനുള്ള ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് അതാണെന്ന് എനിക്ക് തോന്നുന്നു. പറയുന്നതിലും കാര്യമില്ല, വെറുതെ ഷോ ഓഫിന് വേണ്ടി കുറേ നടന്മാരും നടിമാരും കുറേ അമ്മമാരും ആൻറ്റിമാരും അമ്മച്ചിമാരൊക്കെ കൂടി പോസ്റ്റ് ഇട്ടിട്ട് ഓൾ മൈ ഐസ് ഓപ്പൺ റാസ മറ്റത് ഇത് എന്നൊക്കെ പറയാം. എന്ത് കാര്യമുണ്ട്? ഇതൊക്കെ ഷോ ഓഫാണ്. വല്ലോടത്തും കിടക്കണേന് ഇവിടെ കിടന്ന് കയറ് പൊട്ടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊന്നും ചിന്തിക്കാനുള്ള ബോധം ഈ മലയാളികൾക്ക് ഇല്ലാത്ത, ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മുടെ ഒരു ചെകുത്താൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ, അതായത് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നെഗറ്റീവ് മാത്രം, അതായത് ഒരു ഭൂരിപക്ഷം ആൾക്കാരും എന്താ പറയുക, നല്ലത് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നല്ലത് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം വലിച്ചൊളച്ച് അതിൽ നെഗറ്റീവ് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരേ ഒരു വ്യക്തി, അതാണ് ഇദ്ദേഹത്തിൻ്റെ പേര് പോലെ തന്നെ ചെകുത്താൻ എന്നല്ല, വേട്ടാവളിയൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തിനെ വിളിക്കാവുന്നതാണ്. കാരണം ഈ നമ്മുടെ ഇസ്രായേലും ഇതും തമ്മിലുള്ള യുദ്ധം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ എല്ലാവരും ഒരു പക്ഷം ആൾക്കാർ കംപ്ലീറ്റ് എന്ന് പറയാലോ, ഒരു ഭൂരിപക്ഷം വരുന്നവരായിരുന്നു ഇത്ര നാൾ സപ്പോർട്ട് ചെയ്ത്. ഇപ്പോൾ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നും തന്നെ ഇല്ലാതെ എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം അത് നിർത്താൻ വേണ്ടി, അതായത് അവരെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, അവരെ കെട്ടിപ്പിടിക്കലൊന്നുമല്ല, അവർ നിർത്താൻ വേണ്ടി അതൊരു കരുണ അല്ലെങ്കിൽ ഒരു ദയ, ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ ഈ അടുത്ത് എല്ലാ നടന്മാരും നടിമാരും സാധാരണക്കാരും എല്ലാവരും ഒരുമിച്ച് സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ഒരു പോസ്റ്റ് ഇട്ട്, ഈ ഒരു പോസ്റ്റ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതായത് ഈ ഒരു വാറ് നിർത്തണം, അവരെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ഏറ്റവും കൂടുതൽ വിമർശിച്ച ജോ ബൈഡൻ വരെ ഇത് മാറ്റി പറഞ്ഞ് അവരെ ഇനി സംരക്ഷിക്കണം എന്നുള്ള രീതിക്ക് പറഞ്ഞപ്പോഴും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മലയാളികളാണ്, കേരളത്തിലുള്ളവരാണ് ഇതിൽ കൂടുതൽ വിമർശിക്കുന്നതെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് കേരളത്തിലുള്ള വ്യക്തികളാണ്. അപ്പോൾ ഇവൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ട പോലെ ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം, ഒന്ന് കേട്ട് നോക്ക്. പിന്നെ അവിടെ ഇവൻ ദുൽഖർ സൽമാനൊക്കെ പറയുമ്പോൾ യുദ്ധം അങ്ങ് നിർത്തി. നെതന്യാഹു പേടിച്ച് അല്ല നാണം വന്നതാണ്. ഈ കേരളം എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടെന്ന് അവരറിയുന്നത് അവിടുത്തെ അവിടെ കിളവന്മാരെ നോക്കാൻ നിൽക്കുന്ന പെണ്ണുങ്ങളുള്ളതുകൊണ്ടാണ്. ഈ കേരളത്തിൽ കിടന്നുകൊണ്ട് ഓൾ ഐസ് ആർ ഓൺ റഫ എന്നൊക്കെ പറഞ്ഞ് ഓരോ പോസ്റ്റ് ഇറക്കും. ഉടനെ അത് ക്യാമ്പയിൻ ചെയ്ത് കുറെ എണ്ണം ഒരു സൈഡിൽ കൂടെ ഒരു കുത്തിത്തിരിപ്പായിട്ട് ഇറങ്ങും. ഇവർക്ക് എന്നാ പിന്നെ ഇവിടെ ഇപ്പൊ എടപ്പള്ളി വെള്ളം പൊങ്ങി നമ്മൾ മണിക്കൂർ 3 റോഡിൽ കിടന്ന് അതിനെപ്പറ്റിയൊക്കെ അങ്ങ് പറയരുത്. എന്തിനാ ഇസ്രായേലും പാലസ്തീനൊക്കെ നടക്കുന്ന കാര്യം നമ്മൾ അറിയത്തുള്ളൂ. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തിൽ ഇവിടെ ഇരുന്നുകൊണ്ട് ഓരോ തൊലിയന്മാര്, അപ്പുറത്തെ വീട്ടിലെ അണ്ണൻ, ഇപ്പുറത്തെ വീട്ടിലെ അമ്മായി, അമ്മാമ്മ എല്ലാം കൂടെ സൈക്കദാർഢ്യം കൊടുക്കും ഓരോരുത്തർക്ക്. ഈ പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്നൊന്നും എനിക്ക് വിളിക്കാൻ തോന്നുന്നില്ല, വെറും വേട്ടാവളിയനാണ്. ഇവന്റെയൊക്കെ മൊത്തത്തിലുണ്ടല്ലോ ഈ കട്ടയായി പോയി കല്ലായി പോയി എന്നാ പറയാൻ പറ്റുള്ളൂ മനസ്സ്. അത്രയും വേട്ടാവളിയൻ, തന്തക്ക് പിറന്നവൻ എന്നൊക്കെ പറയും, നല്ല തന്തക്ക് പിറന്നു, അങ്ങനെയാണെങ്കിൽ കൂടുതലായിട്ട് വിളിക്കാൻ പറ്റുള്ളൂ ഇവന്. നിലവിൽ ഇവൻ പറയുന്നുണ്ട് എന്തോ എടപ്പള്ളിയിൽ വെള്ളം കയറിയതിൻ്റെ, ഇവനൊന്നും മനസ്സിലായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ട് സമയങ്ങളിൽ നമ്മൾ ടി വിയിലും വാർത്തകളിലും അവിടെ വെള്ളം കയറി, അവിടെ നശിച്ചു, ആളുകൾ മുങ്ങി മരിക്കുന്നു, അല്ലെങ്കിൽ അത് ഇതെന്ന്. നമ്മുടെ കേരളത്തിൽ തന്നെ പ്രളയം വന്നപ്പോൾ ഒരു കൂട്ടം ജനതക്ക് ഏകദേശം മനസ്സിലായി. ഇപ്പോൾ അതൊക്കെ മാറി സാധാരണ രീതിയിലേക്ക് വന്നപ്പോൾ മനസ്സിലാവാത്ത ഒരു കൂട്ടം ജനത ഉണ്ട്, ഇപ്പോഴും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവൻ പറയണത് എന്താണെന്നുള്ളത് ഇവന് തന്നെ ശരിക്കും അറിയില്ല. ഇവൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം എല്ലാവരും ഈ പറഞ്ഞ ഇതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇവരെ. അതായത് ഇവരെ ഒടിച്ചു കൂട്ടി ഒരു അറ്റത്ത് വന്നിട്ട് വീണ്ടും അതിലേക്ക് ആക്രമിച്ചുകൊണ്ടിരിക്കുക. അവർ തളർന്ന് ഇല്ലാതെയായി എന്നൊക്കെ പറയും. എന്നിട്ട് അത് സപ്പോർട്ട് ചെയ്ത് എത്രത്തോളം ഇവന് ഇൻ്റർവ്യൂ എടുക്കണ വേട്ടവളിയന്മാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. ആ ഒരു ന്യൂസ് ചാനൽ തന്നെ നല്ല പക്കാ ചാനലാണെന്നുള്ളത് നമുക്കറിയാം. അതിൽ വന്നിരുന്ന് ഈ കൊണ അടിയാൻ ഇവന് എത്രത്തോളം ധൈര്യമുണ്ടോ അത് നമ്മുടെ ധൈര്യമാണ്, നമ്മൾ കൊടുക്കുന്ന ഒരു ധൈര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, ഈ ഒരു ധൈര്യത്തെ. എന്നാലും ബാക്കിയും കൂടി ഒന്ന് കേട്ടു നോക്കാം. നടന്മാരടക്കം അവരുടെ നിലപാട് ഗാസയോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം പരസ്യമായിട്ട് രേഖപ്പെടുത്തി രംഗത്ത് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതിനെപ്പറ്റി ചെകുത്താൻ എന്താണ് പറയാനുള്ളത്?
ഇവിടെ ഇരുന്ന് ഇത് പറയുന്നതുകൊണ്ട് വലിയ ചിലവൊന്നുമില്ല, ആർക്ക് വേണേൽ പറയാം. പിന്നെ ഓരോരുത്തർ ചുമ്മാ അവരവർക്ക് എന്തോ നിലപാടുള്ളവരാണ്, ഈ വിഷയങ്ങളൊക്കെ അറിയാവുന്നവരാണ്, ഞങ്ങൾ പാലസ്തീൻ ഒരു കൂട്ടർ ഇസ്രായേൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു രസമാണ്, അതിന് പറയുന്നതേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് പാലസ്തീനിലുള്ളവർക്കോ ഇസ്രായേലിലുള്ളവർക്കോ ജീവിച്ചിരിക്കുന്നവർക്കോ മരിച്ചവർക്കോ ഇതുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല. പിന്നെ അവിടെ ഇവൻ ദുൽഖർ സൽമാനൊക്കെ പറയുമ്പോൾ യുദ്ധം അങ്ങ് നിർത്തി, നെതന്യാഹു പേടിച്ച്. അല്ല നാണം വന്നതാണ്. ഇവനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ കേരളം എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടെന്ന് അവരറിയുന്നത് അവിടുത്തെ അവിടെ കിളവന്മാരെ നോക്കാൻ നിൽക്കുന്ന പെണ്ണുങ്ങളുള്ളതുകൊണ്ടാണ്. ഇസ്രായേലില്, പാലസ്തീനിൽ എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല കേരളം ഉണ്ടെന്ന്. അവിടെ പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, അല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അവിടെ നിന്ന് മീഡിയ പോലും ഇപ്പൊ ഈ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാം തന്നെ അറബ് രാഷ്ട്രങ്ങളിൽ എവിടെ മീഡിയ അവരൊന്നും അറിയുന്ന പോലില്ല. പിന്നെ ഇന്റർനാഷണൽ മീഡിയ ഇവരെ ആരെങ്കിലും കവർ ചെയ്തിട്ടുണ്ടോ? ഈ കേരളത്തിൽ കിടന്നുകൊണ്ട് ഓൾ ഐസ് ആർ ഓൺ റഫ എന്നൊക്കെ പറഞ്ഞ് ഓരോ പോസ്റ്റ് ഇറക്കും. ഉടനെ അത് ക്യാമ്പയിൻ ചെയ്ത് കുറെ എണ്ണം ഒരു സൈഡിൽ കൂടെ ഒരു കുത്തിത്തിരിപ്പായിട്ട് ഇറങ്ങും. ഉടനെ തൊട്ടപ്പുറത്തുനിന്ന് വേറൊരു കുത്തിത്തിരിപ്പുകാരൻ വരും. ഇറാനിൽ ഇതിൽ കൂടുതൽ ആൾക്കാർ കൊല്ലപ്പെട്ടു, ഇറാനിൽ ഇത്ര കുട്ടികൾ കൊല്ലപ്പെട്ടു, എന്തുകൊണ്ടാണ് ഞമ്മന്റെ ആൾക്കാർ അത് പറയാത്തത്? അതൊക്കെ ഞമ്മനെ കൊല്ലുന്നതുകൊണ്ടാണോ? ഇവരെന്താണ് അത് സംസാരിക്കാത്തത്? ഇവിടെ ഇസ്രായേൽ കൊല്ലുന്നതുകൊണ്ടാണോ? ഇങ്ങനെയുള്ള അളിഞ്ഞ വർത്താനം നടക്കുന്നതല്ലാതെ ഈ ഇന്ത്യയുടെ മൊത്തത്തില് എവിടെ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടും ഒരു മനുഷ്യന് പ്രയോജനം ഉണ്ടാകത്തില്ല. ഇതുകൊണ്ടൊരു കുത്തിത്തിരിപ്പേ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതിനകത്ത് കയറി ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ താല്പര്യമുള്ള, അങ്ങനത്തെ പൊളിറ്റിക്കൽ താല്പര്യമുള്ള പാർട്ടിക്കാരൊക്കെ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പൊ ചുമ്മാ സിനിമാടന്മാർക്ക് ഒരു ടൈം പാസ്, അവർക്കൊരു പബ്ലിസിറ്റി. അവൻ പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞു, തികാനി കുസൃതി അവിടെ പോയി എന്തോ പറഞ്ഞു. ഇതെന്ത് ഇത് എല്ലാത്തിലും നടക്കുന്നത്. അപ്പൊ ഇവൻ വന്നിരുന്ന് തൊലിക്കണതും കുളയ്ക്കണതും കണ്ടന്റിന് വേണ്ടിയല്ല, ഇവന് പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, ഇവന് പണം കൊടുക്കാണ്ടാണ് ഇവനെ കൊണ്ടുവന്ന് ഈ ചെലപ്പിക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞാലില്ല, ഈ നായ്ക്കുണ്ടല്ലോ, തെരുവ് നായ്ക്ക് പോലും പിറക്കാൻ അർഹതയില്ല എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ആ ഒരു വ്യക്തിയെ. എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നണം. കാരണം ഈ കണ്ട ജനങ്ങളെല്ലാവരും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, അവർ കാരണം കൊണ്ട് അത് അവിടെ നിർത്താൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം മാത്രം കൊണ്ടാണ് ഈ പോസ്റ്റുകൾ എല്ലാവരും പോസ്റ്റ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും. അത് പിഞ്ച് പൈതങ്ങളുടെ തല വരെ അറ്റുകിടക്കുന്നു, മരിക്കുന്നു, കുടുംബം ഇല്ലാണ്ട്. അതൊക്കെ നമുക്ക് ഇല്ലാണ്ടാവുമ്പോഴുള്ള മനസ്സിലാവുള്ളൂ. അവനുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല, ഇനി ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണോന്നും എനിക്കറിയില്ല, അത് മനസ്സിലാവുള്ളൂ. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് ഈ കൊണ അടിക്കണമെന്നുണ്ടെങ്കിലോ, ഏതോ ഒരു സന്ദർഭത്തിൽ എനിക്കും അതന്നെ പറയാനുള്ള, ഇവൻ പറഞ്ഞതുപോലെ ഏതോ ഒരു സന്ദർഭത്തിൽ നിന്നെ ഉണ്ടാക്കിയ പോലെ തന്നെ ആയിരിക്കും ഈ ഒരു സംഭവം നടന്നേക്കണത്. അല്ലാതെ നിന്നെ കൂടുതലായിട്ട് വർണ്ണിക്കാനൊന്നുമില്ല. പിന്നെ നീ തന്നെ പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇച്ചിരി എണീപ്പ് കൂടുതലാണെന്നുള്ളത്. അത് നമുക്ക് എന്താണെങ്കിലും നിൻ്റെ എണീപ്പ് എന്താണെന്നുള്ളത് നമുക്ക് തന്നെ കേൾക്കാമല്ലോ. അവൻ തന്നെ പറയുന്നുണ്ട്, നമ്മളാരും പറയണ്ട, അവൻ്റെ തന്നെ പറയുന്നുണ്ട് പൊങ്ങൽ ഇച്ചിരി കൂടുതലാണെന്നുള്ളത്. ആ പൊങ്ങൽ എന്താണെന്നുള്ളത് അവൻ തന്നെ പറയുന്നത് നമുക്ക് കേട്ടാലും നമ്മൾ പറയണതിന് നീ. എനിക്കാണെങ്കിൽ വെള്ളച്ചാട്ടം കണ്ട കമ്പിയാവും. പിന്നെ ഈ ഇതില്ലേ നമ്മുടെ ഞണ്ട് ഓടുന്നോണ്ട് എനിക്ക് കമ്പിയാവും. പിന്നെ എപ്പോഴൊക്കെയാ കമ്പിയാവുന്നത്? പിന്നെ കൊക്കുമുട്ടി ഒരുപാട് പറന്നു പോകുന്ന കാണുമ്പോ കമ്പിയാവും. അങ്ങനെയൊക്കെയാ എനിക്ക്. നിങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ? അത് ആവന്തല്ല, അത് ഓൾറെഡി നിൻ്റെ ആയിരിക്കും. അതിൻ്റെയാണ് നിൻ്റെ ഈ ഒരു ടൈം മൊത്തം കാണുമ്പോൾ തന്നെ അറിയാലോ. ഇപ്പോഴും ഞാൻ പറയണത് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയല്ല. അത് കുത്തിത്തിരിപ്പായി മാറുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യേണ്ട നിങ്ങൾ. ഇത് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവരും മിണ്ടാണ്ടിരിക്കാൻ പാടില്ല. ഇങ്ങനെ കുത്തിത്തിരിക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് വന്നിരിക്കേണ്ട കാര്യമില്ലല്ലോ. സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ മിണ്ടാതിരിക്കുക. അത്ര തന്നെ ഏറ്റവും നല്ലൊരു എന്താ പറയുക, അവരുടെ കഴിവെന്നൊക്കെ പറയുക ആ ഒരു മിണ്ടാതിരിക്കൽ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇതേപോലെ സംസാരിക്കാതിരിക്കൽ, അതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടാ, അത് ഏതോ സമയത്ത് ഉണ്ടായിപ്പോയി. അത് അങ്ങനെയാണത്. അത് ചിലതൊക്കെ അങ്ങനെ പിടിച്ചാൽ കിട്ടില്ല. ഒരുപാട് പിടിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാകും, പക്ഷെ കൈവിട്ട് പോയതാണ് നീ ആയി വന്നത്. അത് തന്നെയാണ് പ്രശ്നം.